ഇന്ത്യൻ ജനാധിപത്യത്തിന് കളങ്കമേൽപ്പിച്ച ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പ് ആരും മറക്കാനിടയില്ലാത്ത ഒന്നാണ്. ബിജെപിക്ക് വേണ്ടി ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാട്ടിയ പ്രിസൈഡിംഗ് ഓഫീസർ അന്ന് പേന കൊണ്ട് ബാലറ്റ് പേപ്പറിൽ കുത്തിവരച്ച് CCTVയിൽ തെളിഞ്ഞു കണ്ടതാണ്. ബാലറ്റ് പേപ്പറിൽ ബിജെപിക്ക് വേണ്ടി കുത്തിവരച്ചപ്പോൾ പെട്ടെന്നാണ് തലക്ക് മുകളിലുള്ള ക്യാമറ കണ്ടതും പിന്നീട് അന്തം വിട്ടു നിൽക്കുകയും ചെയ്ത പ്രിസൈഡിംഗ് ഓഫീസർ. ജനാധിപത്യത്തിന്റെ കൊലയാളി എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ച അനിൽ മസി. ഈ വിരുദ്ധന്റെ പുതിയ അലമ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. ഇത്തവണയും അലമ്പ് കാട്ടുന്നത് ചണ്ഡീഗഡ് മുനിസിപ്പൽ കൗൺസിലാണ്. ഇത്തവണത്തെ അടിയിടലിന് കാരണം കൗൺസിലിലെ പ്രതിപക്ഷം ഈ മാന്യനെ വോട്ട് ചോർ അഥവാ വോട്ട് കള്ളൻ എന്ന് വിശേഷിപ്പിച്ചതിനാലാണ്. കഴിഞ്ഞ ദിവസം ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ പൊതുസമ്മേളനത്തിനിടയിലാണ് ഈ കയ്യാങ്കളി. അംബേദ്കർ വിഷയത്തിൽ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് AAP കൗൺസിലർമാർ പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെ BJP കൗൺസിലർമാർ രംഗത്തെത്തുകയും ചെയ്തു. നെഹ്റു ഭരണകാലത്ത് അംബേദ്കറിനെ തഴയുകയും അനാദരവ് കാണിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ BJP കൗൺസിലർമാർ വാദവും ഉയർത്തി. ഇവിടെ നാഷണൽ ഹെറാൾഡ് വിഷയം എടുത്തുകൊണ്ട് രാഹുലിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു വോട്ടുകൊള്ളനായ അനിൽ മസി. ഇവിടെ രാഹുൽ മാപ്പു പറയണമെന്നായിരുന്നു ഈ മാന്യന്റെ ആവശ്യം. ജനുവരി 30 നടന്ന ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് AAP കോൺഗ്രസ് സഖ്യത്തിന്റെ 8 വോട്ടുകളിൽ കൃത്രിമം കാട്ടി ഈ വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിക്കുകയായിരുന്നു അനിൽ മസി. BJP മൈനോറിറ്റിയിൽ അംഗം കൂടിയാണ് അനിൽ മസി. 35 അംഗ കോർപ്പറേഷനിൽ BJPക്ക് 14, കോൺഗ്രസിന് 7, AAPക്ക് 13, ശിരോമണി അകാലിദളിന് 1 എന്ന തരത്തിലാണ് കൗൺസിലർമാരുണ്ടായിരുന്നത്. ഇവിടെ AAPയുടെ കുൽദീപ് കുമാറിന് അനുകൂലമായ 8 വോട്ടുകൾ അസാധുവായി ഭരണാധികാരി പ്രഖ്യാപിച്ചതോടെ BJP നേതാവ് വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെയായിരുന്നു BJPക്ക് അനുകൂലമായ തരത്തിൽ ബാലറ്റ് പേപ്പറിൽ കുത്തിക്കുറിക്കുകയും ക്യാമറ കണ്ട് ഞെട്ടലോടെ നോക്കുന്നതുമായ വീഡിയോ പുറത്തായതും കേസ് സുപ്രീം കോടതി വരെ എത്തിയതും. സുപ്രീം കോടതി അനിലിനെ പിടിച്ചു കുടയുകയും ചെയ്തു. ഇതോടെ കുറ്റം സമ്മതിച്ച് തല കുനിക്കുകയായിരുന്നു സുപ്രീം കോടതിക്ക് മുൻപിൽ അനിൽ മസി. എ മർഡർ ഓഫ് ഡെമോക്രസി എന്നാണ് അന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ഇവിടെ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ നിരുപാധികം മാപ്പ് പറയുന്ന അനിൽ മസിയെയും കാണാം. പിന്നീട് BJP വിജയം റദ്ദ് ചെയ്ത് AAPയുടെ കുൽദീപിനെ വിജയിയായി ചീഫ് ജസ്റ്റിസ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെ വീണ്ടും വോട്ടിനിടണം എന്ന BJPയുടെ വാദവും പൊളിഞ്ഞ് ഇല്ലാതെയായി.